താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് ഹെൽത്ത് സബ് സെന്ററിന് ശിലയിട്ടു. നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച 55 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഉപകേന്ദ്രം നിർമ്മിക്കുന്നത്. താമരക്കുളം പബ്ലിക് ഹെൽത്ത് സബ് സെന്ററിനാണ് ശിലയിട്ടത്. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും അനുവദിച്ച 55 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സബ് സെന്റർ നിർമ്മിക്കുന്നത്. താമരക്കുളം മാർക്കറ്റിലെ ഹോമിയോ ഹെൽത്ത് സെന്ററിനോട് ചേർന്നാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു നിർവഹിച്ചു. നമുക്ക് 6 സബ് സെന്ററുകളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് 4 എണ്ണത്തിനും സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നു. 2 സബ് സെന്ററുകൾക്കാണ് സ്വന്തമായി കെട്ടിടമില്ലാത്തത്. ഇതും സ്വന്തമായിട്ടൊരു ചെറിയ കെട്ടിടത്തിൽ അപ്പുറത്ത് പ്രവർത്തിക്കുന്നെങ്കിലും ഇച്ചിരിയുടെ വലിയൊരു കെട്ടിടം സബ് സെന്ററിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് 2 സബ് സെന്ററുകൾക്കാണ് നമുക്ക് അനുമതി ലഭിച്ചത്. നമുക്ക് ആ പൈസ തന്നെ എൻ്റെ ഏകദേശം പകുതി പണം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ട് തന്നെ 6 മാസമായി. ബാക്കി എൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ വരാൻ താമസിച്ചതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായത്. നമുക്ക് ഒരു സബ് സെന്ററിന് 57,50,000 രൂപ വെച്ചാണ് NHM ഫണ്ടിൽ നമുക്ക് അനുവാദം കിട്ടിയിട്ടുള്ളത്. 2 സബ് സെന്ററുകളാണ്, ഒന്ന് കൊട്ടക്കാട്ടുശ്ശേരിയും ഒന്ന് താമരക്കുളവും. ഇത് രണ്ടും കൂടെ പൂർത്തിയാകുമ്പോൾ നമ്മുടെ താമരക്കുളത്തെ 6 സബ് സെന്ററുകൾക്കും പൂർണ്ണമായും കെട്ടിടമാകും. മാത്രമല്ല താമരക്കുളം ജംഗ്ഷനിൽ നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ്. താമരക്കുളം ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു ആരോഗ്യവകുപ്പിൻ്റെ വലിയൊരു കെട്ടിടം വരിക എന്ന് പറയുമ്പോൾ ഭാവിയിലും അത് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും. ആരോഗ്യപരമായി അടിസ്ഥാനപരമായി പ്രയോജനപ്പെടുന്ന ഒരു സബ് സെന്ററായിരിക്കും. ആത്തുക ബീബി സ്വാഗതം പറഞ്ഞു. ദീപ അധ്യക്ഷത വഹിച്ചു. ദീപ ജ്യോതിഷ്, ദീപക്, മുഹമ്മദ് തൻസീർ, റഹ്മത്ത്, മന്മഥൻ, ആര്യ, ഷൈജ അശോകൻ, ശോഭ സജി, സുരേഷ്, ശ്രീജ, ഡോക്ടർ വരുൺ, രാജേഷ്, ഷീജായൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.